നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 3 എക്സസൈസ് 3.5 ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ നമ്പർ 0.9 ബാർ 0.9 ബാർ എന്ന് വെച്ചാൽ എന്താ, 0 കഴിഞ്ഞിട്ട് 9 റിപ്പീറ്റ് ചെയ്ത് വരും, അതുകൊണ്ടാണ് ബാർ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഈസ് എ റാഷണൽ നമ്പർ യൂസിങ് ആൾജിബ്ര ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0.9 ബാർ മൾട്ടിപ്ലൈ ബൈ 10 ആൻഡ് സബ്ട്രാക്ട്. അപ്പോൾ നമ്മൾ ആൾജിബ്ര യൂസ് ചെയ്ത്, അതായത് നമുക്ക് ഈ തന്നിരിക്കുന്ന റാഷണൽ നമ്പറിനെ എക്സ് എന്ന് എടുക്കുന്നു, എന്നിട്ട് ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നു അതനുസരിച്ച് 10ൻ്റെ പവറിലുള്ള നമ്പർ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഇതിനെ ചെയ്യണം. പിന്നെന്താ, എക്സ്പ്ലെയിൻ വൈ 0.9 ബാർ ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു 1. അതായത് 0.9 ബാർ 1നോട് ഈക്വൽ ആകുന്നത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് എന്ന് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ആൾജിബ്ര യൂസ് ചെയ്യാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ആദ്യം ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0.9 ബാർ, ദാറ്റ് മീൻസ് 999 എക്സെട്ര ഇങ്ങനെ നമുക്ക് എടുക്കാം. ഇനി എന്ത് ചെയ്യുന്നു, രണ്ട് സൈഡിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ബൈ 10. അപ്പോൾ എന്ത് വരും, എക്സിനെ 10 കൊണ്ട് ചെയ്താൽ 10x ഈസ് ഈക്വൽ ടു, ഇതിനെ 10 കൊണ്ട് ചെയ്താൽ ഡെസിമൽ പോയിൻ്റ് റൈറ്റിലേക്ക് 1 പ്ലേസ് മൂവ് ആകും. അപ്പോൾ 9.999 എക്സെട്ര ഇങ്ങനെ വരും. ഓക്കെ, ഇതിനെ നമുക്ക് 0.9 ബാർ എന്ന് എഴുതാം, ഇതിനെ 9.9 ബാർ എന്ന് എഴുതാം. ഓക്കെ, ഇതിനെ നമുക്ക് 1 എന്ന് കൊടുക്കാം, ഇതിന് നമുക്ക് 2 എന്ന് കൊടുക്കാം. ഇനി 2വിൽ നിന്ന് 1നെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു, സബ്ട്രാക്റ്റിംഗ് 1 ഫ്രം 2. അപ്പോൾ എന്ത് വരും, 2വിൽ നിന്ന് 1 ആണ് സബ്ട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ LHSകൾ എഴുതുന്നു, 10x മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു, ഇനി RHSകളെ എഴുതുന്നു, 9.999 മൈനസ് 0.999. ഓക്കെ, എക്സെട്ര ഇങ്ങനെയുണ്ട് കേട്ടോ. 10x മൈനസ് എക്സ് ഈസ് 9x. 9x ഈസ് ഈക്വൽ ടു, ഇവിടെ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് റൈറ്റിലേക്കുള്ള ഡിജിറ്റ്സ് എല്ലാം ക്യാൻസൽ ആയിപ്പോവും, ബാക്കി എന്തുണ്ട്, 9. എക്സ് ഈസ് ഈക്വൽ ടു 9/9 ഈസ് ഈക്വൽ ടു 1. എക്സ് നമ്മൾ ആദ്യം എന്താണെന്നാണ് എടുത്തത്, 0.999 ആണെന്നാണ് എടുത്തത്. അപ്പോൾ നമ്മൾ ചെയ്തു വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ബട്ട് വി അസ്യൂംഡ് x is equal to 0.9 bar. So 0.9 bar is equal to 1. എക്സിന് നമ്മൾ 1 എന്ന് കൊടുത്തു, നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് എക്സിന് 1 ആണ് കിട്ടിയത് അല്ലേ. അപ്പോൾ എക്സിന് നമ്മൾ 1 എന്ന് കൊടുത്തു. സോ 0.9 bar is equal to 1. Hence 0.9 bar is exactly equal to 1. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് എക്സിൻ്റെ വാല്യൂ 1 എന്ന് കിട്ടും. അതുകൊണ്ടാണ് 0.9 ബാർ 1നോട് എക്സാക്ട്ലി ഈക്വൽ ആണ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് 5th ക്വസ്റ്റ്യൻ. വി ഹാവ് സീൻ ദാറ്റ് ദ റിപ്പീറ്റിംഗ് ബ്ലോക്ക് ഓഫ് 1/7 ഈസ് എ സൈക്ലിക് നമ്പർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച വീഡിയോയിൽ നമ്മൾ കണ്ടതാണ് 1/7 ഒരു സൈക്ലിക് നമ്പറാണ്. സൈക്ലിക് നമ്പർ എന്ന് വെച്ചാൽ എന്താണ് എന്നൊക്കെ ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സൈക്ലിക് നമ്പർ എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഡെസിമൽ നമ്പറിനകത്തെ ആ നമ്പർ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, 1/7നെ 2 കൊണ്ടോ 3 കൊണ്ടോ 4 കൊണ്ടോ ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടത്തുള്ളൂ. അത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ട്രൈ ടു ഫൈൻഡ് മോർ നമ്പേഴ്സ് ഹൂസ് റെസിപ്രോക്കൽസ് പ്രൊഡ്യൂസ് ഡെസിമൽ വിത്ത് റിപ്പീറ്റിംഗ് ബ്ലോക്ക് ദാറ്റ് ആർ സൈക്ലിക്. അപ്പോൾ ഈ 1/7 പോലെ സൈക്ലിക് ആയിട്ടുള്ള റിപ്പീറ്റിംഗ് ബ്ലോക്സ് കിട്ടുന്ന മറ്റ് നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 1/7 ചെയ്തപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് എന്തായിരുന്നു കിട്ടിയത്, 1/7 ചെയ്തപ്പോൾ നമുക്ക് 0.142857 ആയിരുന്നു കിട്ടിയത്, 57 ബാർ. അതായത് വീണ്ടും എന്ത് ചെയ്ത് വരും, ഇത് റിപ്പീറ്റ് ചെയ്ത് അടുത്തത് 142857 ഇങ്ങനെ വരും. അപ്പോൾ ഏതൊക്കെ ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ മുകളിൽ നമ്മൾ ബാർ കൊടുക്കും. അപ്പോൾ ഇവിടുത്തെ ബ്ലോക്ക് 142857 ആണ്. ഇത് സൈക്ലിക് ആണ്. കാരണം എന്താ, ഈ 1/7നെ 2 കൊണ്ടും 3 കൊണ്ടും 4 കൊണ്ട് 5 കൊണ്ട് 6 കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ സെയിം ഡിജിറ്റ് തന്നെ റൊട്ടേറ്റ് ചെയ്ത് വരുന്ന നമ്പേഴ്സ് ആയിരിക്കും
കിട്ടുക. അതായത് 1ഉം 4ഉം 2ഉം 8ഉം 5ഉം 7ഉം മാത്രമേ നമുക്ക് കിട്ടുന്ന ആൻസേഴ്സിൽ ഡിജിറ്റായിട്ട് കാണുകയുള്ളൂ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സൈക്ലിക് നമ്പർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 1/7 സൈക്ലിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മളോട് ഇതേപോലത്തെ മറ്റ് നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതേപോലത്തെ മറ്റ് നമ്പേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 1/n എന്തായിരിക്കണം? 1/nൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ റിപ്പീറ്റിംഗ് ആയിരിക്കണം. അങ്ങനെ വരണം. പിന്നെന്ത് വരണം? ദ റിപ്പീറ്റിംഗ് ബ്ലോക്ക് ഹാസ് സ്പെഷ്യൽ റൊട്ടേഷൻ പ്രോപ്പർട്ടീസ്. ഈ റിപ്പീറ്റിംഗ് ബ്ലോക്സിന് ഒരു റൊട്ടേഷൻ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. അതായത് ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുന്ന ആൻസറിൽ ഈ ഡിജിറ്റുകൾ മാത്രമേ വരാൻ പാടുള്ളൂ. അങ്ങനെയുള്ള നമ്പേഴ്സ് ആയിരിക്കണം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ നമ്പർ സാധാരണ നമുക്ക് കിട്ടുന്നത് 1/7 ഞാൻ 1/n എന്ന് എഴുതുന്നു. ഓക്കെ, n ഈസ് പ്രൈം. n പ്രൈം നമ്പർ ആകുമ്പോഴാണ് നമുക്ക് സാധാരണ ഇങ്ങനെയുള്ള നമ്പേഴ്സ് കിട്ടുന്നത്. എപ്പോഴും നമ്മൾ ഡിനോമിനേറ്ററിൽ വരുന്ന നമ്പർ എന്തായിരിക്കണം? പ്രൈം നമ്പർ ആയിരിക്കണം. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് n ഈസ് 7. നമുക്കിവിടെ കിട്ടിയ റിപ്പീറ്റിംഗ് സൈക്കിളിലെ ഡിജിറ്റ്സ് എത്രയുണ്ട്? 1 2 3 4 5 6 ആണുള്ളത് അല്ലേ? 7-നെക്കാട്ടിൽ 1 കുറവാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന റിപ്പീറ്റിംഗ് സൈക്കിളിൽ എന്തായിരിക്കണം? n-1 ഡിജിറ്റ്സേ കാണാൻ പാടുള്ളൂ. ഇവിടെ 7 ആണെങ്കിൽ ഇവിടെ 6. അങ്ങനെയുള്ള നമ്പേഴ്സിനായിരിക്കും നമ്പേഴ്സായിരിക്കും സൈക്ലിക് നമ്പറായിട്ട് വരിക. അപ്പോൾ അങ്ങനെയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഓരോന്നും ചെയ്ത് നോക്കി ടൈം ചെയ്ത് നോക്കേണ്ടി വരും അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് 1/17 എടുക്കാം. 1/17 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ ഓരോ നമ്പറും ചെയ്ത് നോക്കാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുക്കും. അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. അപ്പോൾ 1/17 ചെയ്താൽ നമുക്ക് 0.08235294117647 ഇങ്ങനെ ഒരു നമ്പർ ആയിരിക്കും കിട്ടുക. അപ്പോൾ എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കിയാൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ഇവിടെ നമുക്ക് ചെയ്തു വന്നപ്പോൾ 16 ഡിജിറ്റാണ് കിട്ടിയത്. ഇവിടെ n 17 ആയിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ ഡെസിമൽ നമ്പറിൽ n-1 ഡിജിറ്റ്സ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണ് എന്ന് പറയാം? ഇത് സൈക്ലിക് പ്രോപ്പർട്ടി ഉള്ള നമ്പറാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ 1/17 എഴുതാം. അതേപോലെ 1/19 എഴുതാം. 1/19 എഴുതിയാൽ 0.05263157894736842 ഇങ്ങനെ ഒരു നമ്പറായിരിക്കും നമുക്ക് കിട്ടുക. ഇവിടെ n-19 ആണ്. n-1 18 ആണോ എന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 ഉണ്ടോ? ഇവിടെ നമുക്ക് കിട്ടിയ ഡെസിമൽ നമ്പറിൽ 18 ഡിജിറ്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പം സൈക്ലിക് നമ്പർ ആകണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? n ഈസ് പ്രൈം. n പ്രൈം ആയിരിക്കണം. പിന്നെ എന്താണ്? നമുക്ക് കിട്ടുന്ന ഈ ഡെസിമൽ നമ്പറിനകത്ത് n-1 ഡിജിറ്റ്സ് ആയിരിക്കണം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയുള്ള നമ്പേഴ്സിനൊക്കെ സൈക്ലിക് പ്രോപ്പർട്ടി കാണും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സസൈസ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത എൻഡ് ഓഫ് ചാപ്റ്റർ എക്സസൈസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.